നല്ല ചൂടാണ്. എല്ലാവരും എയർ കണ്ടീഷണറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അല്ലെ. നല്ലൊരു എയർ കണ്ടീഷണർ എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതിന്റെ ബഡ്ജറ്റുകൾ എങ്ങനെ, കൊമേഴ്സ്യൽ എ സി ഏതാണ് എന്നുള്ള ലൈവായിട്ടുള്ള ഇതേ ഒരു ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കേണ്ടത്. അതൊന്ന് കണ്ട് പഠിക്കാൻ വന്നതാണ്. വരി, നമ്മളെ ഫ്രണ്ട് ജലീലാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം. അപ്പൊ അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഫിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാം. സ്പ്ലിറ്റ് എ സി ഇപ്പൊ എല്ലാവർക്കും അറിയാം. വിൻഡോ എ സിയുടെ കാലം കഴിഞ്ഞു അല്ലെ. സ്പ്ലിറ്റും അല്ല, വിൻഡോ അല്ല, സെൻട്രലൈസ്ഡ് എ സി ആണ് ഇനി ആളുകൾ കൊമേഴ്സ്യൽ എ സി ആയിട്ട് യൂസ് ചെയ്യണത്. ആ സെൻട്രലൈസ്ഡ് എ സിക്ക് തന്നെ 2 തരം ഉണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. അതിൽ ഇവിടെ ഏത് ഐറ്റാ വെക്കുന്നത്? നമ്മൾ കാണാൻ പോകുന്നത് ഹൈഡവേ ഡക്റ്റബിൾ യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ. ഹൈഡവേ അതായത് യൂണിറ്റ് ഹൈഡ് ചെയ്തിട്ടിരിക്കും. ഇൻഡോർ യൂണിറ്റ് സ്പ്ലിറ്റ് ഇൻഡോർ യൂണിറ്റ് കാണില്ല. അപ്പൊ ഇതിലാണ് വെക്കുന്നത്. ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ അതിപ്പോ ഇങ്ങനെ വെക്കാൻ പോകണം. ഈ ഇരിക്കുന്നതാണ് ഇപ്പൊ യൂണിറ്റ്. ഇത് ഈ കാണുന്നത് സീലിംഗിന്റെ അകത്ത് പോണത്. ഇത് ഇവിടെ ക്ലോസ്ഡ് ആവും. അപ്പൊ ഈ ഒരു ചാനൽ മാത്രം കാണാം. വേണ്ട, അങ്ങനെ പൂർത്തിയാക്കിയ റൂം ഒന്ന് കാണാലോ. അതെ പൂർത്തിയാക്കിയിട്ടുള്ള റൂം ഉണ്ട്. ഇതിപ്പോ എങ്ങനെ നിങ്ങൾ മലപ്പുറം ജില്ല മൊത്തങ്ങളാണോ അതല്ല ഓൾ കേരള? നമ്മള് ഡൈക്കിന്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഒക്കെ. അപ്പൊ ഈ ഒരു സാധനം മാത്രമേ കാണുന്നത് കാണുള്ളൂ. ഗ്രില്ല് മാത്രമേ നമുക്ക് കാണുള്ളൂ. അത് ഇവിടെ വരണം, അത് എവിടെ വരണം എന്ന് ആരാ തീരുമാനിക്കുക? നമ്മളാണ് ഡിസൈൻ ചെയ്യുക. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഡക്റ്റ് നമുക്ക് എവിടേക്ക്. ഡെന്റൽ ക്ലിനിക് അല്ലെ, ഡെന്റൽ സ്റ്റുഡിയോ അല്ലേ, അവർക്കുള്ളതാണത്. പല റൂം ഉണ്ടാവും, അതിൽക്കൊക്കെ വേറെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സെൻട്രലൈസ്ഡ് എ സി പറയുമ്പോൾ ഒറ്റ കംപ്രസർ യൂണിറ്റും ഒരുപാട് ഇതുപോലത്തെ ഇൻഡോർ യൂണിറ്റും പറയാം. അതിന് ആളുകളും ചിന്തിക്കുന്നത് ഒരു യൂണിറ്റ് വെച്ചിട്ട് എല്ലാ റൂമിലേക്കും പോകും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. ഇതല്ല, ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട്. അപ്പൊ ഈ ഒരു റൂം മാത്രം എ സി മതി നമുക്ക് ചെയ്യാം. ഈ ഒരു എ സി മാത്രം മതി. അപ്പൊ കറണ്ട് ബില്ല് ഇതിന്റേതേ വരുള്ളൂ. ബാക്കിയൊക്കെ ഓഫ് ആയിട്ട്. അപ്പൊ സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ സാധാരണക്കാർക്കുണ്ട്, എല്ലാവർക്കും അല്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിട്ട് ചോദിച്ചത്. ശരിയാണ്. സെൻട്രലൈസ്ഡ് VRF ഒരു സിസ്റ്റം വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ VRV ഓതറൈസ്ഡ് ഡീലറാണ്. ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രീമിയം ലുക്കാണ്. ഇങ്ങനെ ആകുമ്പോ ഇൻഡോർ ഇങ്ങനെ കാണൂല, ഇൻഡോർ യൂണിറ്റ് മുഴച്ചു നിൽക്കില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇൻഡോറിന് പകരം ഇതുപോലെ വലിയൊരു സാധനം വരും. അതെ. ഇപ്പൊ ഇതിൽ ഗ്രില്ലിനും മുന്നൊക്കെ ഗ്രില്ല് എന്ന് പറഞ്ഞാല് ഒരു അതും കൂടെ വരുന്നു. ആ ഒരു പഴയ മോഡൽ. ഇപ്പൊ അതിന്നൊക്കെ മാറി. ഇപ്പൊ ഒരു ലൂവർ ടൈപ്പ് ആയി, ഒരു പ്രീമിയം ലുക്കിലേക്ക് വരുന്നത്. ഇനി ഒരുപാട് മോഡൽസുകൾ വരുന്നുണ്ട്. ഈ ഇതിന്റെ ഇത് നമുക്ക് നമ്മളിപ്പോ ഇതിന്റെ ആംബിയൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതെ, ഈ കാണുന്നതാണ് ഇതിന്റെ ഔട്ട്ഡോർ യൂണിറ്റുകൾ വരുന്നത്. സ്പ്ലിറ്റ് എ സി പോലെ തന്നെ അതിന്റെ കാഴ്ചക്ക് തന്നെയാണ് ഉള്ളത്. അതെ. അത് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. അത് 3 ടൺ ആണ്, ടണ്ണേജ് കൂടുതലുള്ളതാണ്. ഇതെത്ര? ഇതൊക്കെ 1.5 ടണ്ണിന്റെ യൂണിറ്റുകളാണ്. 1.5 അത് 3 അല്ല. ഇങ്ങനെ വെക്കുമ്പോ നമ്മളൊരു സാധാരണ സ്പ്ലിറ്റ് എ സിയും ഇതും വെക്കുന്നതിൽ പ്രൈസിൽ എത്ര വ്യത്യാസം വരുന്നത്? പ്രൈസിൽ ഒരു 25% ഡിഫറൻസ് ഉണ്ടാവും. ഒരു 20-25% കൂടുതലായിരിക്കും. ഇതൊരു പ്രീമിയം ലുക്കും കിട്ടും. പ്രീമിയം ലുക്ക് മാത്രമല്ല, ഇതൊരു പെർഫോമൻസും കൂടുതലാണ്. ഇൻഡസ്ട്രി പർപ്പസിനൊക്കെ, അതായത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ സ്പ്ലിറ്റ് വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് എ സി എന്നൊക്കെ പറഞ്ഞാല് അത് പിന്നെ റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതും ആളുകൾ വീട്ടിൽ വെക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വെക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ഇപ്പോഴത്തെ പ്രീമിയം ആളുകൾ, ആർക്കിടെക്ചേഴ്സ് ഒക്കെ പ്രീമിയം ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രീമിയം പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ വെക്കുന്നത്. ഒരു ലക്ഷറി ആളുകളുടെ ഒരു ആഗ്രഹമാണ് വലിയ വീട് വെക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരു ആഗ്രഹമുള്ള വലിയ വീട് വെക്കുക. ആ വീട്ടില് ഏറ്റവും നല്ല പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർക്കുള്ള ആശങ്ക. ഒന്നാണ് AC എന്നുള്ളത്. അല്ല, നിങ്ങൾ ഈ ഡൈക്കിൻ മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഗോദ്രേജ് ചെയ്യുന്നില്ലേ? ഞങ്ങള് ഗോദ്രേജ്, ഡൈക്കിന്, കാരിയർ, ഇതിന്റെ ഒക്കെ ഓതറൈസ്ഡ് SSD ഡീലറാണ്. SSD എന്ന് പറഞ്ഞാൽ സെയിൽസ് ആൻഡ് സർവീസ് ഡീലർ. എത്ര കൊല്ലം ഗ്യാരണ്ടി കൊടുക്കും സെറ്റ് ചെയ്ത് കൊടുത്താൽ? ഇത് കമ്പനി തരുന്നത് 1 year ഫുൾ വാറന്റിയാണ്. പിന്നെ കമ്പനി തരുന്നത്. അപ്പൊ നമ്മളും കസ്റ്റമർക്ക് അത് തന്നെ കൊടുക്കാം. പക്ഷെ പിന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ AC, സ്പ്ലിറ്റ് ACനേക്കാളും ഒന്നും കൂടി ഡ്യൂറബിലിറ്റി ഉള്ള മെഷീനാണ്. കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഒക്കെ ഉള്ള മെഷീൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെർട്ടർ ടെക്നോളജി തന്നെയാണോ, അതോ? ഇൻവെർട്ടർ ടെക്നോളജിയും വരുന്നുണ്ട്, നോൺ ഇൻവെർട്ടർ ടെക്നോളജിയും വരുന്നുണ്ട്. ഏത് വേണേലും കൊടുക്കും. ഇപ്പൊ ഈ വെച്ചൊക്കെ ഏതാ? ഇതൊക്കെ നോൺ ഇൻവെർട്ടർ ആണ്. നോൺ ഇൻവെർട്ടർ സാധയാണ്. ഹെവി ഡ്യൂട്ടി ആയിരിക്കും. ഹെവി ഡ്യൂട്ടിയാണ്. അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഏറ്റവും നല്ലത് ഈ ടൈപ്പ് മെഷീനുകളാണ്. കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും. അത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇതൊരു ബിസിനസ് സംഭവമാണ്. കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണം, ലോഡ് ചെയ്യണ്ടേ.
അപ്പൊ അങ്ങനത്തെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂറൊക്കെ യൂസ് ചെയ്തിട്ട് പല ആളുകളും ഓഫ് ചെയ്തിരുന്ന സിസ്റ്റം. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അത്രയും കൂടുതൽ യൂസേജ് വരുന്ന ഒരു കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒക്കെ ഒരു ഏതൊക്കെയാണ് ഇവിടെ ഡൈക്കിന്, ഗോദ്രേജ്, പിന്നെ ഡൈക്കിന്, കാരിയർ, ഗോദ്രേജ്, ഇത് മൂന്നും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ കൊമേഴ്ഷ്യലിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡൈക്കിനും കാരിയറും കൂടുതലായിട്ട്. ഇനി സ്പ്ലിറ്റ് എ സി അതും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ വീട്ടിൽ നിങ്ങൾ കൊടുത്ത ഏതാണ് വേറെ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 3 ബ്രാൻഡുകൾ പറഞ്ഞ SSD ഡീലറാണ്. അതായത് നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് സ്പോട്ടിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്നതാണ് SSD എന്നുള്ള ഉദ്ദേശം. അതായത് ഇതിന്റെ സ്പെയറും കാര്യങ്ങളും പെട്ടെന്ന് ഇപ്പോൾ ഡൈക്കിൻ്റെ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് നമ്മളൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് അതിന്റെ സ്പെയർ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസത്തെ രാവിലത്തെ കൊറിയറിലുണ്ടാവും. പെട്ടെന്ന് നമുക്ക് കംപ്ലൈൻറ്റ്സ് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എന്താണ് VRന്റെ വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ, VRV. വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ, അതായത് അത് ഒരു ഔട്ട്ഡോർ യൂണിറ്റേ ഉണ്ടാവുള്ളൂ. ഒറ്റ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് എയറാ കൊടുക്കുന്നത്? അല്ലല്ല, ഗ്യാസ് തന്നെ വ്യത്യസ്ത. ഇപ്പൊ ഈ റൂമിൽ 3 ടൺ ആണ്, അപ്പുറത്തെ റൂമിൽ 1.5 AC ആണ്, അപ്പുറത്തെ റൂമിൽ 2 ടൺ ആണ്. അപ്പൊ പുറത്ത് കണ്ട ആ ഔട്ട്ഡോർ യൂണിറ്റ് എല്ലാം കൂടി ഒറ്റ കംപ്രസറിലേക്ക് അതൊരു VFD പറഞ്ഞ ഒരു വേരിയബിൾ ഇതിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ റൂമിൽ 3 ടൺ മാത്രമാണ് ഉപയോഗിക്കേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ആണ് ആ കംപ്രസർ എടുക്കുള്ളൂ. ഇവിടെ ഓൺ ആക്കുന്ന ലോഡ് അനുസരിച്ച് അതിന്റെ കംപ്രസർ അതൊരു ഇലക്ട്രോണിക് സിസ്റ്റം തന്നെ ടെക്നോളജി അതിൽ ശരിക്കുള്ള ഇൻവെർട്ടർ AC ഇപ്പൊ വരുന്നത്. ഇൻവെർട്ടർ ടെക്നോളജി വന്നിട്ടുള്ളത് സത്യത്തിൽ ആദ്യം ഇൻവെർട്ടർ ടെക്നോളജി വന്നത് സിംഗിൾ AC അല്ല, ഇതുപോലത്തെ സ്പ്ലിറ്റ് വലിയ AC എന്നാണ്. ഡൈക്കിനാണ് ഈ ഒരു അതൊരു നല്ലൊരു വാർത്തയാണ്. ഞാൻ എപ്പോഴും അന്വേഷിച്ചപ്പോ കറക്റ്റ് അതിന്റെ ആളെ തന്നെ കിട്ടി. നമ്മളിപ്പോ ഈ 1 ടൺ 1.5 ടൺ ഇൻവെർട്ടർ 5 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ 10 കൊല്ലം മുമ്പല്ല. 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻഡസ്ട്രിയൽ AC വലിയൊരു കംപ്രസർ വെച്ചിട്ട് ബാക്കിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ റൂമിലേക്കും ഹോട്ടലിലേക്കും റിസോർട്ടിലേക്കൊക്കെ കൊടുക്കുന്ന ആ എയർ കണ്ടീഷണർ അന്ന് ചിന്തിച്ചിരുന്നു ഞാൻ. പഠിച്ചോനെ വലിയൊരു കംപ്രസർ വർക്ക്, ഒരു റൂമിൽ ഒരാൾ വന്നാലും ഈ കംപ്രസർ അല്ലേ ഓടുന്നത്. അപ്പൊ എന്താ അതിനുള്ള കറണ്ട് എടുക്കുള്ളൂ. അതാണ് അതിന്റെ പേരാണ് അന്നുള്ള വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന VFD ടെക്നോളജി യൂസ് ചെയ്തത്. അതാണ് ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ കുഞ്ഞു യൂണിറ്റുകളായിട്ട് ഇപ്പൊ അത് സ്പ്ലിറ്റ് കൊടുക്കാൻ തുടങ്ങി. എന്നാലും ഞാനിപ്പോ നിങ്ങളിൽ നിന്ന് ഇപ്പൊ മനസ്സിലാക്കിയത് ഇപ്പോഴും ഓർഡിനറി കംപ്രസറും ഉള്ള ഓൾഡ് സിസ്റ്റം ഇന്നും ഈ സെൻട്രലൈസ്ഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കേടുകൂടാതെ അല്ലേ? അപ്പൊ കറണ്ട് ബില്ലിൽ ചെറിയൊരു മാറ്റം. കൊമേഴ്സ്യൽ ആവുമ്പോൾ അത് സാരമില്ലല്ലോ. കൊമേഴ്ഷ്യൽ പർപ്പസിന് കാരണം ഇതൊരു മെഡിക്കൽ അല്ലേ, ഇവിടെ പേഷ്യൻസ് വരുമല്ലേ, പിന്നെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ, ബിസിനസ് അല്ലേ, പിന്നെ കറണ്ട് ബില്ല് അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പോയിക്കും. പക്ഷെ കറണ്ട് ബില്ലിൽ അത്ര വലിയ ഡിഫറൻസ് എന്ന് പറയാനൊന്നും ഇല്ലല്ലേ, ഇൻവെർട്ടറും നോൺ ഇൻവെർട്ടറും തമ്മിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഇവിടെ വാർത്തുണ്ടാക്കിയ പോലെ ചൈനയിൽ കണ്ടിട്ടുണ്ട്. മാർബിൾ കൊടുന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കിയ പോലെ വരങ്ങണ്ട് അല്ലേ. രണ്ടത് ജോയിന്റ് ഫ്രീ ഉള്ളതൊക്കെ ആർക്കിടെക്ടിന്റെ ഓരോരോ ഡിസൈനുകളും. ഒരു തോണിയോ അതെന്താ ടേബിള് അടിപൊളിയുണ്ട് കേട്ടോ. ആ പഴയ നെറ്റ് ഇത് തന്നെയാണ് കേട്ടോ. അല്ല അത് എല്ലാം അവിടെ പോയാലും കാണാം അതൊരു സെൻട്രലൈസ്ഡ് AC ആണെന്ന്. അതിൽ വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി. ഗ്രില്ലൊക്കെ വരുന്നത്. ഇത്തരം പ്രോജക്റ്റുകളൊക്കെ നടക്കുമ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അത് നിങ്ങൾ എന്താ ചെയ്യണേ? അത് നമ്മൾ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്. ഇപ്പൊ ഇത് ഒരു ആർക്കിടെക്ട് ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടക്കലുള്ള വേങ്ങരയുള്ളതാണ്. ഒരു വ്യത്യസ്തണ്ടേ ഞാൻ നോക്കുന്നത്. മറ്റുള്ള സാധാരണ ഒരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ ഒക്കെ ചെന്നതല്ല, ഒരു ഇന്റർനാഷണൽ. ഞാൻ വെറുതെ പറയല്ല, നമ്മൾ വിദേശത്തൊക്കെ പോയ ഒരു ഇന്റർനാഷണൽ ലുക്ക് ഇതിനുണ്ട്. അതും ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം, ഒരു ന്യൂജൻ വൈബ് ഇതിനുണ്ട്. അതായത് ഇപ്പൊ ഈ ക്ലൈന്റും തന്നെ കണ്ടില്ല 32 സ്റ്റോറീസ് എന്നുള്ളത്. അതെ, അവർ ആ ക്ലിനിക്കിന് പേര് കൊടുത്ത് തന്നെ 32 കഥകൾ. എന്താണ് 32 പല്ല് കഥകളാവും. അത് നമുക്ക് കാണാം. അതിന്റെ ഉദ്ഘാടനത്തിന് വരണം. വലിയൊരു ഉദ്ഘാടനം ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരം പ്രീമിയം പ്രോജക്റ്റ് ഉള്ള എഞ്ചിനീയേഴ്സുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടാവും അല്ലേ? അപ്പൊ അവരാണ് നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ തരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം ക്ലിനിക്കുകളും അതുപോലെ ഇത്തരം നല്ല പ്രൊജക്ടുകളും നമുക്ക് നമ്മളെ പ്രേക്ഷകരെയും പരിചയപ്പെടുത്താം. അതാണ് കോട്ടക്കലെ പറപ്പൂർ റോട്ടേക്ക് പോകണ ഷോറൂം. ഇവിടെ നിങ്ങൾ വരാം, എല്ലാ ടൈപ്പ് AC നോക്കി എടുത്തിട്ട് പോകാം അല്ലേ? വേണ്ടത് സെലക്ട് ചെയ്തിട്ട് പോവാ. എല്ലാ ബ്രാൻഡും 5 സ്റ്റാറും കൊടുക്കുന്നുണ്ട്, 3 സ്റ്റാറും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ടോ? വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, അതുണ്ട്. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് ചൂസ് ചെയ്ത് പോട്ടെ. നല്ല വെള്ളവും കുടിക്കുക, നല്ല തണുപ്പും കൊള്ളാം അല്ലേ? ഇവരൊക്കെ സെയിൽസ് ആണോ? ഇവരൊക്കെ സെയിൽസ് ആണോ? അല്ല, ഇതുങ്ങളെ സ്വന്തം ഭാര്യ. അത് ഭാര്യ. ഓക്കെ. ജനറൽ മാനേജർ ആയിട്ട് വൈഫാണ്. ഇവര് പിന്നെ CRM സർവീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇവരുണ്ടാവും. അക്കൗണ്ട്സും ഓഫീസും കൈകാര്യം ചെയ്യുന്നവരാണ്. പിന്നെ നമ്മൾ പ്രൊജക്ട് നോക്കാൻ വേറൊരു. പിന്നെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏത് AC ആണ്, ഏതാണ് അവരുടെ പ്രൈസ്, എല്ലാവരും പറഞ്ഞു കൊടുക്കും. വേറെ ആരും വേണ്ട, സൂപ്പറായിട്ട് പറഞ്ഞു കൊടുക്കും.
ഏതായാലും നിങ്ങൾ നമ്പർ താഴത്ത് കൊടുക്കാം. ജനങ്ങൾക്ക് ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ആ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? ഓക്കെ, അല്ല ഇന്ന് നമുക്ക് വേറെ ആളുണ്ട്, ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ട് സൈറ്റ് വിസിറ്റ് ചെയ്യാനും. വ്യത്യസ്ത AC യൂണിറ്റിന്റെ ഇത് ഗോഡൌൺ ആണ് ഇപ്പൊ അല്ലേ? അതെ അതെ, ഗോഡൌൺ സർവീസ് സെന്ററും എല്ലാം കൂടി ഇവിടെ ജഗ പോയി കിടക്കാണ്. നമുക്ക് കാണാം. ഏതെങ്കിലും പറഞ്ഞ VRV ഇതാണ് VRV, വേരിയബിൾ റെഫ്രിജറന്റ്. ഇതാണ് മെഷീൻ. വലിയൊരു യൂണിറ്റ്. ഇതായിരിക്കും ഇവിടെ ബിൽഡിങ്ങിന്റെ മുകളിൽ വരുന്നത്. അതെ അതെ അതെ. ഇതിപ്പോ എത്ര ടൺ എന്ന് പറയാം? ഏകദേശം 10 ടണ്ണ്. 10 ടൺ ഒറ്റ യൂണിറ്റ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിക്ക് അല്ലെ 1200 വരെ പോകില്ലേ? 1200 വരെ 1200ന്റെ ഒറ്റ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള റൂമിൽ ഓൺ ചെയ്താൽ അതിനുള്ള കറണ്ട് ഇതിൽ നിന്ന് എടുക്കുള്ളൂ. അതിനുള്ള കറണ്ട് എടുക്കും അല്ലേ? അതെ അതെ. ഇതൊക്കെ ഇപ്പൊ ഒരു ഇൻവെർട്ടർ ടെക്നോളജി തന്നെ ആയിരിക്കുമല്ലോ? ഇൻവെർട്ടർ ടെക്നോളജിയാണ് അല്ലേ? EFD നിങ്ങൾ പറഞ്ഞ ആ ഡ്രൈവ് വെച്ചിട്ടുള്ള തന്നെയാണ് അല്ലേ? VRV വേരിയബിൾ റെഫ്രിജറന്റ് വോളിയം. VRF അതന്നെയല്ലേ? VRF തന്നെയാണ്. അത് ഡൈക്കിൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് VRV സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കമ്പനികളൊക്കെ പിന്നെ വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് VRF എന്നുള്ള പേരിലാണ് അവരിത് പേറ്റന്റ് എടുത്തു. ഇത് ജപ്പാൻ ടെക്നോളജി അല്ലേ? ഡൈക്കിൻ ജപ്പാൻ. ഇതിപ്പോ ഇവിടെ എങ്ങനെ ഇട്ട് എന്താണ് ഗോഡൌൺ അറിഞ്ഞുകൊണ്ടാ? ഗോഡൌൺ ഇപ്പൊ നമ്മള് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴേ അടുത്ത ഏപ്രിൽ മുതൽ പ്രൈസ് കൂടുതലേ, പ്രൈസ് കൂടുതലായപ്പോള് നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. ഇവിടൊക്കെ സാധനങ്ങളാണല്ലോ, നടക്കാൻ വയ്യല്ലോ. മാഷാ അല്ലാ. എല്ലാ ടൈപ്പ് AC കൊടുക്കുന്നുണ്ടോ? സ്പ്ലിറ്റും സാധയും എല്ലാം കരിയറും എല്ലാം കൊടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് വേണമെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നല്ല ചൂട് സമയം ആവശ്യമാണ്. അപ്പൊ അതിന്റെ സാധനം കിട്ടൂല ചിട്ടതൊക്കെ കൂടി സ്റ്റോക്ക് വെച്ചേക്കണേ. കിട്ടാത്തൊരു 2016 കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നിരുന്നല്ലോ, മെഷീൻ കിട്ടാത്ത സ്റ്റോക്ക് വെച്ചില്ല. ഇതിപ്പോ നമ്മള് പ്രൈസ് ഹൈക്ക് വേണ്ടപ്പോഴേ ഇനി വില കൂടാൻ സാധ്യതയുണ്ട്. കൂടുതലല്ല, ഒരു 7 മുതൽ 20 വരെ കൂടാൻ സാധ്യത ഉണ്ട് എന്നാണ് കമ്പനികൾ പറയുന്നത്. ശരി. അപ്പൊ 7 എന്തായാലും അത് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കോപ്പറിന്റെ വില മെറ്റീരിയലിന്റെ വില മുമ്പേ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വില കൂടും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പഴയ റേറ്റ് തന്നെ കൊടുക്കാം. ഇപ്പൊ നമുക്ക് പഴയ റേറ്റ് ഒരു 2-3 വീക്കിനൊക്കെ പഴയ റേറ്റ് തന്നെ. ഇപ്പൊ ഈ ഒരു മാസം ഫുൾ നമുക്ക് പഴയ റേറ്റിന് കൊടുക്കാനുള്ളതുണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് വില കൂടുമ്പോഴേക്കും AC സ്വന്തമാക്കാനുള്ളവരൊക്കെ സ്വന്തമാക്കട്ടെ. നമ്മളെ ഫ്രണ്ട് ജലീലാണ്, എപ്പോഴും പറയും കോട്ടക്കൽ ഇതൊന്ന് വരിക ഹംസ, നമ്മളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ കുടുംബാണ് അല്ലേ, നമ്മളെ ബന്ധുക്കളാണ്. അപ്പൊ അങ്ങനെ വന്നതാണ്. ഏതായാലും താഴെ നമ്പറിൽ ചേർക്കുന്നുണ്ട്. സിംഗിൾ ACയോ മൾട്ടിപ്പിൾ ACയോ സ്പ്ലിറ്റ് ACയോ ഏത് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്.